ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അറബ് ജനതയെ അവരുടെ പൂർവികർ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. കോരിയെടുക്കാൻ പാകത്തിൽ മുത്തുകൾ കടലിൽ പൊങ്ങിക്കിടക്കുന്നില്ല എന്നും മുത്തുകൾ ലഭിക്കണമെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴണം എന്നുമുള്ള വലിയ പാഠം. ഇത് അറബ് നാടുകളുടെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുഭവ പാഠമാണ്. കാരണം ഗൾഫ് നാടുകളുടെ പൊതുവിലും വിശേഷിച്ച് ദുബായിയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് ഒരു കാലത്ത് പവിഴ വ്യവസായമായിരുന്നു. ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകളും മുത്തുച്ചിപ്പി വാരലിലോ അതുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിലുമാണ് മുഴുകിയിരുന്നത്. ദുബായിൽ മുത്തുവ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും അമൂല്യമായ ഈ വസ്തുവിന്റെ ഗൾഫിലെ മുഖ്യ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി ദുബായ് മാറുകയും ചെയ്തിരുന്നു. എന്നാൽ അത്ര അനായാസമായ ഒന്നായിരുന്നില്ല ഈ തൊഴിൽ. അസഹ്യമായ പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നിലനിൽപ്പിനായുള്ള അതിജീവനത്തിനായുള്ള സാഹസികമായ പോരാട്ടത്തിൽ ദൃഢനിശ്ചയമുള്ളവരായിരുന്നു ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെയാണ് പൂർവികർ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഈ ജനതയ്ക്ക് പിന്നീടുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടായത്. കോരിയെടുക്കാൻ പാകത്തിൽ മുത്തുകൾ കടലിൽ പൊങ്ങിക്കിടക്കുന്നില്ല, അവ ലഭിക്കണമെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴണം എന്നുള്ള പാഠം. അതായത് വിജയം അനായാസമായി സംഭവിക്കുന്നതല്ല, ഒരു നേട്ടവും കിടന്നുറങ്ങി നേടിയെടുക്കാൻ കഴിയുന്നതല്ല. അതിന് വ്യക്തമായ ലക്ഷ്യം വേണം, നിശ്ചയദാർഢ്യം വേണം, കഠിന പ്രയത്നം വേണം. അങ്ങനെ ആർജിച്ചെടുത്ത വിജയമാണ് ദുബായ് നഗരത്തിന്റേത്. അതിന് ദീർഘവീക്ഷണമുള്ള ഭരണകർത്താക്കളുണ്ടായി എന്നതാണ് ഈ നാടിന്റെ മഹാഭാഗ്യം. ഷുക്രാൻ മുഹമ്മദ് ബിൻ റാഷിദ്. താങ്ക് യു ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായിയുടെ ഭരണാധികാരിയായി 2 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഈ നാട് അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ജനതയെ സ്വപ്നം കാണാൻ ശീലിപ്പിച്ചതിന്. 2 പതിറ്റാണ്ടുകൊണ്ട് ഈ നാടിനുണ്ടായ വളർച്ച ലോകത്തെ ഒന്നാകെ അമ്പരപ്പിക്കുന്നതാണ്. അതിന് കാരണം ദീർഘവീക്ഷണമാണ്. കുറച്ചുകാലം മുമ്പ് ഹിസ്ഹൈനു ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. ലീഡർഷിപ്പ് ഗ്ലിംസ് എന്ന ഹാഷ്ടാഗിലായിരുന്നു ആ വീഡിയോ. താൻ കണ്ട സ്വപ്നങ്ങളെപ്പറ്റി, അതിന്റെ പ്രായോഗിക അനുഭവങ്ങളെപ്പറ്റി, നേതൃത്വ കാഴ്ചപ്പാടിനെ പറ്റിയൊക്കെയായിരുന്നു ആ വീഡിയോയിലുള്ള സന്ദേശം. ഐ ഹാവ് ഡ്രീംസ് ആൻഡ് മൈ ഡ്രീംസ് ആർ ബിഗ്. ചെറുപ്രായത്തിൽ തന്നെ അമേരിക്കയും യൂറോപ്പും ഒക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിനാലാവണം എന്റെ സ്വപ്നങ്ങൾ വമ്പിച്ചവയായിരുന്നു. അന്ന് എമിറേറ്റിൽ റോഡുകളെന്ന് പറയാൻ കഴിയുന്നത് അപൂർവമായിരുന്നു. മണൽപാതകളായിരുന്നു. ഞങ്ങളുടെ വിധി എന്തെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥ. ആധുനികമായതൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടു. മോഡേൺ സ്ട്രീറ്റ്സ്, മിനിസ്ട്രീസ്, ടണൽസ്, എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, അങ്ങനെ പലതും. അന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചിരുന്നു, എന്നാണ് ഞങ്ങൾക്കൊരു ഐക്യനാടുണ്ടാവുന്നത്? അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ഉണ്ടാകുമോ? ഐക്യം വിളംബരം ചെയ്യുന്ന ഒരു ദേശീയ പതാക നമുക്കുണ്ടാവുമോ? അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. ആ വീഡിയോ അവസാനിക്കുമ്പോൾ എഴുതി കാണിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഐ ഹാവ് ഡ്രീംസ് ആൻഡ് മൈ ഡ്രീംസ് ആർ ബിഗ്. നോക്കൂ, എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ല ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ട്, അവയെല്ലാം ബൃഹത്തായതാണ് എന്നാണ്. ശരിക്കും ദുബായിയെ ഐക്യ അറബ് നാടുകളുടെ ചരിത്രം മനസ്സിലാക്കിയവർക്ക് ഇതെളുപ്പം ബോധ്യപ്പെടും. ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. കാരണം ഹിസ്ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉൾപ്പെടെ UAE നയിച്ചവരൊക്കെ മനസ്സറിഞ്ഞ് സ്വപ്നം കണ്ടതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വലിപ്പത്തിൽ ഈ രാജ്യം വളർന്നത്. മനസ്സറിഞ്ഞ് സ്വപ്നം കണ്ടവർ മാത്രമാണ് മറ്റുള്ളവർ കീഴടക്കാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ തീർത്തിട്ടുള്ളത്. അത്തരം സ്വപ്നങ്ങളാണ് ദുബായ് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ഹൈനസ് ഷെയ്ഖ് മുഹമ്മദിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് യാതൊരു അതിരുമില്ല. കറങ്ങുന്ന വാതിൽ പോലെയാണത്. ഏറ്റവും നല്ലതിനും ഏറ്റവും എളുപ്പമുള്ളതിനും വേണ്ടിയാണവർ എല്ലായ്പ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് സേവനം നൽകിക്കൊണ്ട് നാം അവരെ സദാ ആശ്ചര്യപ്പെടുത്തണം.
ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ദുബായിയോട് ഇപ്പോഴത്തെ ദുബായിയെ തുലനം ചെയ്യുന്ന ആർക്കും ഈ പറഞ്ഞതിന്റെ പൊരുൾ വ്യക്തമാകും. ശുക്രാൻ മുഹമ്മദ് ബിൻ റാഷിദ്. താങ്ക് യു ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും.